ഗൈസ്, UTI വരാതിരിക്കാനുള്ള, അതായത് യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടുല്ലേ. അപ്പം നമുക്ക് ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ കുറച്ച് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടുല്ലേ. അപ്പം ഇത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാ UTI വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് എന്തൊക്കെ കാരണം കൊണ്ടാണ് വരുന്നത്? നന്നായി വെള്ളം കുടിക്കാത്തതുകൊണ്ട്. മിനിമം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്നായി വെള്ളം കുടിക്കാത്തതുകൊണ്ട് UTI വരാൻ സാധ്യതയുണ്ട്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യന്റിന് UTI വരാൻ സാധ്യതയുണ്ട്. പിന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഒന്നിൽ കൂടുതൽ ആളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് UTI വരാൻ സാധ്യതയുണ്ട്. പിന്നെ മസാല, എരിവ്, കഫീൻ അടങ്ങിയ വസ്തുക്കൾ അധികം യൂസ് ചെയ്യുന്നതുകൊണ്ട് UTI വരാൻ സാധ്യതയുണ്ട്. പിന്നെ കൃത്യമായ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ട് UTI വരാം. വീര്യം കൂടിയ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് UTI വരാം. ഗർഭനിരോധന ഉറകൾ യൂസ് ചെയ്യുന്നവർക്ക് UTI വരാൻ സാധ്യതയുണ്ട്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് UTI വരാൻ സാധ്യതയുണ്ട്. പിന്നെ കത്തീറ്റർ ഇട്ട പേഷ്യന്റ്, യൂറിൻ പോവാൻ ട്യൂബ് ഇട്ട പേഷ്യന്റ്, ആ ഭാഗത്ത് കൃത്യമായ കത്തീറ്റർ കെയർ കിട്ടിയില്ലെങ്കിൽ UTI വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ധാരാളം വെള്ളവും കൊടുക്കണം കുടിക്കാൻ, കൃത്യമായ കത്തീറ്റർ കെയറും കിട്ടിയില്ലെങ്കിൽ UTI വരാനുള്ള സാധ്യതയുണ്ട്.